കേശവരാം നയനയുടെ ശരീരത്തിലെ തൊലി പൊളിച്ചു. മാംസങ്ങൾ മുറിച്ചെടുത്തു. എല്ലുകളും തലയോട്ടിയും തൊലിയും ഒരു ചാക്കിലാക്കി കെട്ടിവെച്ചു. ആന്തരികാവയവങ്ങളും മാംസവും കഴുകി കൊണ്ടുവന്നു. ഗ്രൈൻഡറിലിട്ട് ആന്തരികാവയവങ്ങളും കുറച്ച് മാംസവും അരച്ചെടുത്തു. അതുപയോഗിച്ച് കട്ട്ലറ്റും മീറ്റ് പപ്സും ഉണ്ടാക്കി. ബാക്കി മാംസം ഉപയോഗിച്ച് ബീഫ് ബിരിയാണിയും ഫ്രൈയും തയ്യാറാക്കി. പിറ്റേന്ന് അവരുടെ തന്നെ വിവിധ ഹോട്ടലുകളിലേക്ക് സപ്ലൈ ചെയ്തു. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഒരു വൺ ഷോട്ടുമായിട്ടാണ്. PK ജഗദീഷിൻ്റെ പ്രേതാനുഭവങ്ങളിൽ നിന്നും എടുത്ത കുരുതി എന്ന പ്രേതകഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. 1995 ജൂലൈ 2-ന് ഡൽഹിയിലെ അശോക് യാത്രി നിവാസ് എന്ന സ്ഥലത്തുള്ള ഭാഗ്യ ബാർബിക്യൂ എന്ന ഹോട്ടലിൽ നടന്ന യഥാർത്ഥ സംഭവമാണ് ഈ പ്രേതകഥയിൽ ഉടനീളമുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് കുരുതി എന്ന പ്രേതകഥയിലേക്ക് കടന്നാലോ. കൊണോട്ട് പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുൾ നാസറും മറ്റൊരു കോൺസ്റ്റബിളായ രഘുറാമും നൈറ്റ് പെട്രോളിങ്ങിന് പോകുവാനിറങ്ങി. അപ്പോൾ സമയം രാത്രി 7:45 ആയിരുന്നു. വഴിയിലിറങ്ങി കുറച്ചകലെ സമ്പന്നർ പാർക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ സാധാരണ മോഷണ ശ്രമങ്ങൾ നടക്കുന്ന പ്രദേശമാണ്. കുറച്ച് മുൻപോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവരുടെ പുറകെ ഓടിവന്നു. ചോരയൊലിപ്പിച്ചുകൊണ്ട് ഓടിവന്ന അവർ പോലീസുകാരുടെ മുൻപിൽ വന്ന് ആരോ തന്നെ ഉപദ്രവിച്ചെന്നും കൊല്ലാൻ നോക്കിയെന്നും അവർ പുറകെ ഉണ്ടെന്നും പറഞ്ഞു. പോലീസുകാർക്ക് പോകേണ്ട സ്ഥലത്തേക്കാണ് ആ സ്ത്രീയും പോകേണ്ടതെന്ന് പറഞ്ഞു. ആ സ്ത്രീ പോലീസുകാരുടെ കൂടെ നടക്കാൻ തുടങ്ങി. അവർ ഭാഗ്യ ബാർബിക്യൂ എന്ന ഹോട്ടലിൻ്റെ മുൻപിലെത്തി. അപ്പോഴാണ് പോലീസുകാർക്ക് തങ്ങൾ പോകേണ്ട വഴി തെറ്റിയാണ് വന്നതെന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത്. അബ്ദുൾ നാസർ തങ്ങളുടെ പുറകെ വരുന്ന സ്ത്രീയെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവരുടെ പുറകിൽ ഒരു സ്ത്രീയെ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയും നേരം തങ്ങളോട് സംസാരിച്ചു കൊണ്ട് നിന്ന ആ സ്ത്രീ എവിടെ പോയി? അബ്ദുൾ നാസർ ചുറ്റും നോക്കിക്കൊണ്ട് കൂടെയുള്ള രഘുരാമിനോട് ചോദിച്ചു. രഘുരാമും ചുറ്റും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവിടെ 7 നിലകളുള്ള ആ ഹോട്ടൽ സമുച്ചയമല്ലാതെ വേറെ കെട്ടിടങ്ങളോ വഴികളോ ഇല്ല. ഭാഗ്യ ബാർബിക്യൂ ഹോട്ടലിൻ്റെ മെയിൻ ഗേറ്റിലെത്തിയപ്പോഴാണ് പോലീസുകാർ അത് ശ്രദ്ധിച്ചത്. ഹോട്ടലിൻ്റെ താഴത്തെ നിലയിലുള്ള എയർ ഹോളിൽ നിന്നും ഭയങ്കരമായ പുക ഉയരുന്നു. ആദ്യം ഹോട്ടലിന് തീ പിടിച്ചതാണോ എന്ന് സംശയിച്ചു. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു. അവിടെ നിന്നും ഫയർഫോഴ്സ് സ്റ്റേഷനിലേക്കും കൺട്രോൾ റൂമിലേക്കും വിവരം കൈമാറി. മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കടക്കാൻ തുടങ്ങിയ പോലീസുകാരെ സെക്യൂരിറ്റി തടഞ്ഞു. ഹോട്ടലിൻ്റെ അടുക്കളയിൽ നിന്നുള്ള പുകയാണ് അതെന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അതേസമയം ഹോട്ടലിൽ നിന്നും ഉടമസ്ഥനായ സുശീൽ ഇറങ്ങി വന്നു. എന്താണ് സാർ, ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നും ഇത്രയധികം പുക വരുന്നത്? അബ്ദുൾ നാസർ സുശീലിനെ നോക്കി. അതെൻ്റെ പഴയ ഇലക്ഷൻ്റെ ബാനറും നോട്ടീസുകളും കത്തിച്ചു കളയുന്നതാണ്. സുശീലിൻ്റെ മറുപടി അബ്ദുൾ നാസറിന് അത്രയ്ക്കും വിശ്വാസമായില്ല. എന്നാൽ സുശീൽ ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയുടെ യൂത്ത് വിങ്ങിൻ്റെ നേതാവാണ്. അബ്ദുൾ നാസറും രഘുറാമും അത് വിശ്വസിച്ച പോലെ പുറത്തേക്കിറങ്ങി മുൻപോട്ട് നടന്നു. രഘുറാം, ഞാൻ ഹോട്ടലിൻ്റെ പുറകിലുള്ള മതിൽ ചാടി രഹസ്യമായി ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ. രഘുറാമിനെ ചുറ്റും നിരീക്ഷിക്കാൻ നിർത്തിയിട്ട് അബ്ദുൾ നാസർ ഹോട്ടലിൻ്റെ പുറകുവശത്തെത്തി. വലിയ മതിലിൽ പിടിച്ചു കയറി ഹോട്ടലിൻ്റെ അടുക്കള വാതിൽക്കലെത്തി. ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അടുക്കളയ്ക്കകത്ത് കയറി. അപ്പോഴാണ് അടുക്കളയിലെ ആളിക്കത്തുന്ന തന്തൂരി അടുപ്പിലേക്ക് വീണ്ടും വീണ്ടും വിറകുകൾ ഇടുന്ന ഹോട്ടൽ പാചകക്കാരൻ കേശവറാമിനെ കണ്ടത്. പെട്ടെന്ന് ഒരു പോലീസുകാരൻ മുൻപിൽ നിൽക്കുന്നത് കണ്ട് കേശവറാം ഒന്ന് പകച്ചു. എന്തിനാണ് ആളിക്കത്തുന്ന തന്തൂരി അടുപ്പിലേക്ക് വീണ്ടും വീണ്ടും വിറകുകൾ ഇടുന്നത്? അബ്ദുൾ നാസർ സംശയത്തോടെ ചോദിച്ചു. സുശീൽ സാറിൻ്റെ പഴയ ബാനറുകളും ഫ്ലെക്സുകളും കത്തിച്ചു കളയുകയാണ്. നന്നായി കത്തിപ്പോകുവാൻ വേണ്ടിയാണ് വിറകിടുന്നത്. കേശവറാം മറുപടി കൊടുത്തു. ആ മറുപടിയിലും അബ്ദുൾ നാസർ സംതൃപ്തനായില്ല. അയാൾ പതിയെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി. അവിടെ നിന്നും നോക്കുമ്പോൾ തന്തൂരി അടുപ്പ് വ്യക്തമായി കാണാം. അടുപ്പിൽ നിന്നും വെളുത്ത പുക വരുന്നതും അതോടൊപ്പം ഒരു മാംസം കരിഞ്ഞ ഗന്ധം വരുന്നതും അബ്ദുൾ നാസർ ശ്രദ്ധിച്ചു.
അപ്പോഴേക്കും ഹോട്ടലിൻ്റെ പുറത്ത് കൂടുതൽ പോലീസുകാരും ഫയർഫോഴ്സും എത്തിയിരുന്നു. ഇതറിഞ്ഞ സുശീൽ അവിടെ നിന്നും ആരും കാണാതെ സ്ഥലം വിട്ടു. കൂടുതൽ പോലീസുകാർ ഹോട്ടലിനുള്ളിൽ കടന്നു. തന്തൂരി അടുപ്പ് പരിശോധിച്ചപ്പോൾ പാതി കത്തിയ നിലയിൽ സ്ത്രീയുടെ എന്ന് തോന്നിക്കുന്ന മാംസമില്ലാത്ത കാൽപാദങ്ങളും കൈപ്പത്തികളും തലയോട്ടിയും കിട്ടി. ഓടി രക്ഷപ്പെടാൻ നോക്കിയ കേശവറാമിനെ പോലീസുകാർ പിടികൂടി. കേശവറാമിനെ വിദഗ്ധമായി ചോദ്യം ചെയ്തു. അവിടെ നിന്നും സംഭവങ്ങളുടെ ചുരുളുകൾ അഴിയുകയായിരുന്നു. സുശീൽ കുമാർ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി.കോം ബിരുദമെടുത്ത് ഡൽഹിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ സജീവ പ്രവർത്തകയായിരുന്ന നയനയെ പരിചയപ്പെടുന്നത്. സുശീൽ യുവജന നേതാവായി വളരുന്നതിനോടൊപ്പം നയനയുമായുള്ള ബന്ധവും മുൻപോട്ടു പോയി. സുശീലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ സ്ഥിരം സന്ദർശകയായി നയന. ഇന്നത്തെ ലിവിങ് ടുഗദർ പോലെ. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നയന സുശീലിൻ്റെ അടുത്ത് വന്നത് ഒരു കാര്യം ആവശ്യപ്പെടാനാണ്. ഞാൻ 2 മാസം ഗർഭിണിയാണ്. എന്നെ ഉടനെ വിവാഹം കഴിക്കണം. ഇനിയും ഇത് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കില്ല. നയനയുടെ ആവശ്യം കേട്ട് സുശീൽ ഒന്ന് പതറി. കാരണം വളർന്നു വരുന്ന നേതാവാണ് താൻ. ഇതുപോലൊരു ബന്ധം ആരെങ്കിലും അറിഞ്ഞാൽ അത് തൻ്റെ കരിയറിനെ ബാധിക്കും. അതുകൊണ്ട് ഈ ബന്ധം രഹസ്യമായി കൊണ്ടുപോകാനാണ് അയാൾ ഇഷ്ടപ്പെട്ടത്. നയനയുടെ നിർബന്ധം കൂടി വന്നപ്പോൾ സുശീൽ പറഞ്ഞു, നിന്നെ ഞാൻ വിവാഹം കഴിക്കാം. പക്ഷേ അത് രഹസ്യമായിരിക്കണം. പുറത്താരും അറിയുവാൻ പാടില്ല. സുശീലിൻ്റെ നിർദ്ദേശം നയന മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അവർ വിവാഹിതരായി. 1 മാസത്തിനുള്ളിൽ നയന സുശീലിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. ഇനിയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഒളിച്ചു വയ്ക്കുവാൻ സാധിക്കില്ല. വീട്ടുകാർ അറിയുന്നതിന് മുൻപ് ഞാനിങ്ങ് പോന്നു. നയനയുടെ അവിടേക്കുള്ള താമസം സുശീലിനെ ആകെ ചിന്താകുഴപ്പത്തിലാക്കി. താമസിക്കാതെ നയനയുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടു സുശീൽ. നയനയെ അപ്പാർട്ട്മെൻറ്റിൽ തടങ്കലിലെന്ന പോലെ താമസിപ്പിച്ചു. പുറത്ത് അധികമാരുമായും ഇടപെടാതിരിക്കുവാൻ സുശീൽ ശ്രദ്ധിച്ചു. മുൻപോട്ടുള്ള ജീവിതം ദുസ്സഹമായപ്പോൾ നയന അവിടെ നിന്നും ഓസ്ട്രേലിയയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അന്ന് അവർക്ക് സ്വന്തമായി പൈലറ്റ് ലൈസൻസ് വരെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെത്തി അവിടെയുള്ള പരിചയക്കാരി മുഖേന ഒരു ജോലി സംഘടിപ്പിക്കുവാനായിരുന്നു ഉദ്ദേശം. ഒരു ദിവസം വൈകുന്നേരം നയന ലാൻഡ് ഫോണിൽ കാസറ്റ് കടയിലേക്ക് വിളിച്ച് ജഗദീപിനോട് 2-3 സിനിമയുടെ കാസറ്റ് അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തുവിടുവാൻ ആവശ്യപ്പെട്ടു. അരമണിക്കൂറിനുള്ളിൽ ഒരു പയ്യൻ കാസറ്റുമായി അപ്പാർട്ട്മെൻറ്റിലെത്തി. നയന കാസറ്റ് മേടിച്ച് കതക് ചാരിയ ശേഷം ലാൻഡ് ഫോണിൽ അസറിനെ വിളിച്ച് ഓസ്ട്രേലിയയിലേക്കുള്ള വിസയുടെയും ടിക്കറ്റിൻ്റെയും കാര്യം അന്വേഷിച്ചു. അസർ തൻ്റെ മുൻകാല കാമുകനും പാർട്ടി പ്രവർത്തകനുമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ശരിയാക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും പെട്ടെന്ന് വേണമെന്ന പിടിവാശിയിൽ നയന ഉറച്ചു നിന്നു. ഈ സംസാരം തുടർന്നതിനിടയ്ക്കാണ് സുശീൽ അങ്ങോട്ട് കയറി വന്നത്. സുശീലിനെ കണ്ട് പരിഭ്രമിച്ച നയന പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ആരെയാണ് നീ വിളിച്ചുകൊണ്ടിരുന്നത്? സുശീൽ സംശയത്തോടെ നയനയെ നോക്കി. അത് എൻ്റെ കൂട്ടുകാരിയായിരുന്നു. വിക്കി നയന പറഞ്ഞൊപ്പിക്കുമ്പോൾ സുശീലിൻ്റെ മനസ്സിൽ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. സുശീൽ ഫോണിനടുത്തേക്ക് നടന്നു. ഫോൺ എടുത്ത് റീഡയൽ ചെയ്തു. നയന, ഇപ്പോൾ വെച്ചതല്ലേ ഉള്ളൂ ഫോൺ. ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് ശരിയാക്കാം. മറുതലയ്ക്കൽ നിന്നും വന്ന അസറിൻ്റെ ശബ്ദം സുശീൽ തിരിച്ചറിഞ്ഞു. വർദ്ധിച്ച കോപത്തോടെ ഫോൺ വലിച്ചെറിഞ്ഞ് അയാൾ നയനയുടെ നേരെ തിരിഞ്ഞു. നയനയും സുശീലും തമ്മിൽ വഴക്കായി. കോപിഷ്ഠനായ സുശീൽ മേശയുടെ ഡ്രയറിൽ നിന്നും തോക്കെടുത്ത് നയനയ്ക്ക് നേരെ നീട്ടി. എന്നെ വഞ്ചിക്കാൻ നോക്കിയ നിന്നെ ഇനി ഞാൻ വെച്ച് പൊറുപ്പിക്കില്ലടി. സുശീലിൻ്റെ തോക്കിൽ നിന്നും വെടി പൊട്ടി. ഒരു ബുള്ളറ്റ് നയനയുടെ നെറ്റിയിലും 1 ഇടത്തെ മാറിലും 1 ലക്ഷ്യം തെറ്റി AC-യിലും തുളച്ചു കയറി. മുറിയിലാകെ രക്തം വാർന്നൊഴുകി. സമനില വീണ്ടെടുത്തപ്പോഴാണ് താൻ നയനയെ കൊന്നു എന്ന സത്യം സുശീൽ തിരിച്ചറിഞ്ഞത്. സുശീൽ വേഗം തന്നെ നയനയെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞു കെട്ടി മുറിയിലെ രക്തം കഴുകി തുടച്ചു. ദേഹത്ത് രക്തം നിറഞ്ഞതിനാൽ ഡ്രസ്സ് മാറ്റി. ബാൽക്കണിയിൽ പോയി പുറത്താരും ഇല്ല എന്ന് ഉറപ്പുവരുത്തി. നയനയുടെ ശവം കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുപോയി വെച്ചു. യമുന നദിയിൽ കൊണ്ട് കളയാനായിരുന്നു ഉദ്ദേശിച്ചത്. എന്നാൽ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ജനത്തിരക്കും നദിയിൽ ബോട്ട് സർവീസും നടക്കുന്നുണ്ടായിരുന്നു. അതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു. തിരിച്ചു പോരുമ്പോഴാണ് തൻ്റെ ഹോട്ടൽ
ഭാഗ്യ ബാർബിക്യൂ ഓർമ്മ വന്നത്. ഉടനെ തന്നെ അടുത്ത ബൂത്തിൽ കയറി കേശവറാമിനെ വിളിച്ച് ഹോട്ടലിലെ ജീവനക്കാരെയെല്ലാം പറഞ്ഞു വിടുവാൻ നിർദ്ദേശിച്ചു. കൂടെ തനിക്ക് ഒരു സഹായം ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. സുശീൽ എന്തു പറഞ്ഞാലും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിശ്വസ്തനായിരുന്നു കേശവറാം. അയാൾ ജോലിക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ഓരോരുത്തർക്കും 25 രൂപ വീതം നൽകി പറഞ്ഞുവിട്ടു. സാധാരണ അവർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചായിരുന്നു താമസ സ്ഥലത്തേക്ക് പോയിരുന്നത്. സുശീൽ നയനയുടെ ശവം ബാർബിക്യൂവിലെത്തിച്ചു. തന്തൂരി അടുപ്പിലിട്ട് കത്തിച്ചു കളയുവാനാണ് ആദ്യം തീരുമാനിച്ചത്. അതിൻ പ്രകാരം കേശവറാം നയനയുടെ കഴുത്ത് മുറിച്ച് തല വേർപെടുത്തി. പിന്നെ കൈകളും കാലുകളും മുറിച്ചു മാറ്റി. ശരീരം പല കഷ്ണങ്ങളായി വെട്ടിമുറിച്ചു. അപ്പോൾ കേശവറാമിന് ഒരു സംശയം ഉടലെടുത്തു. ഇത്രയധികം മാംസം തന്തൂരി അടുപ്പിൽ കിടന്ന് കത്തിപ്പോകുമോ? അതേസമയം പുറത്തുകൂടി സൈറൻ മുഴക്കി പോലീസ് ജീപ്പുകൾ രാത്രി പെട്രോളിങ്ങിന് നടത്തുന്ന ശബ്ദം കേട്ടു. സാർ, ഇത്രയധികം മാംസം തന്തൂരി അടുപ്പിലിട്ട് കത്തിക്കുവാൻ സാധിക്കയില്ല. മാത്രമല്ല, കത്തുമ്പോൾ മാംസം കരിയുന്ന മണം പുറത്തേക്ക് പോകും. പുറത്ത് പോലീസ് പെട്രോളിംഗ് നടത്തുന്നുണ്ട്. കേശവറാം പറയുന്നത് കേട്ട് സുശീൽ ആകെ പരിഭ്രാന്തനായി. പിന്നെ എന്തു ചെയ്യും കേശവറാം? പുറത്താരും അറിയരുത്. സുശീൽ ആകെ അസ്വസ്ഥനായി. സാർ പോയി കിടന്നോളൂ, ഞാൻ ഈ പ്രശ്നം പരിഹരിച്ചോളാം. കേശവറാം സുശീലിനെ പറഞ്ഞ് മുറിയിലേക്ക് വിട്ടു. അതിനുശേഷം കേശവറാം നയനയുടെ ശരീരത്തിലെ തൊലി പൊളിച്ച് മാംസങ്ങൾ മുറിച്ചെടുത്തു. എല്ലുകളും തലയോട്ടിയും തൊലിയും ഒരു ചാക്കിലാക്കി കെട്ടിവെച്ചു. ആന്തരിക അവയവങ്ങളും മാംസവും കഴുകിക്കൊണ്ടുവന്നു. ഗ്രൈൻഡറിലിട്ട് ആന്തരിക അവയവങ്ങളും കുറച്ച് മാംസവും അരച്ചെടുത്ത് അതുപയോഗിച്ച് കട്ട്ലറ്റും മീറ്റ് പപ്സും ഉണ്ടാക്കി. ബാക്കി മാംസം ഉപയോഗിച്ച് ബീഫ് ബിരിയാണിയും ഫ്രൈയും തയ്യാറാക്കി. പിറ്റേന്ന് അവരുടെ തന്നെ വിവിധ ഹോട്ടലുകളിലേക്ക് സപ്ലൈ ചെയ്തു. ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന എല്ലും തലയോട്ടിയും അന്ന് രാത്രി പഞ്ചസാര ഉപയോഗിച്ച് തന്തൂരി അടുപ്പിലിട്ട് കത്തിക്കുമ്പോഴാണ് അബ്ദുൾ നാസറും രഘുറാമും അതിലെ വരുന്നതും ഹോട്ടലിൽ നിന്നും പുക ഉയരുന്നത് കണ്ടതും. ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഒളിച്ചു കടന്ന സുശീൽ പോലീസ് പിടിയിലായി. സുശീൽ 1-ാം പ്രതിയും കേശവറാം 2-ാം പ്രതിയുമായി കേസ് രജിസ്റ്റർ ചെയ്തു. ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ജീവപര്യന്തം ആയി മാറി. 2018 ശിക്ഷ കഴിഞ്ഞിറങ്ങി സുശീലും കേശവറാമും അന്ന് കേശവറാം അവിടെയുള്ള മറ്റൊരു ഹോട്ടലിൽ കയറി ഇറച്ചിക്കറിയും കൂട്ടി ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാൻ ചെല്ലുമ്പോൾ അവിടെ വിറകിനിടയിൽ ഒരു മനുഷ്യൻ്റെ കാലിരിക്കുന്നത് കണ്ടു. ആളുകൾ അറിഞ്ഞ് ഓടിക്കൂടിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത്. അന്നവിടെ വിളമ്പിയിരുന്നത് മനുഷ്യമാംസമായിരുന്നു. ജോലിക്ക് നിന്ന ഒരു പയ്യനെ വാക്ക് തർക്കത്തെ തുടർന്ന് ഹോട്ടൽ ഉടമസ്ഥൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയതായിരുന്നു. അന്ന് വൈകുന്നേരം കേശവറാമിനെ ബാർബിക്യൂവിൻ്റെ പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. അയാളുടെ ദേഹത്ത് മുഴുവൻ ആരോ മാന്തിപ്പറിച്ച പാടുകളായിരുന്നു. 1 മാസത്തിനു ശേഷം ചീഞ്ഞളിഞ്ഞ സുശീലിൻ്റെ മൃതദേഹം ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നും കണ്ടെത്തി. ഇതിൽ പറയുന്ന അബ്ദുൾ നാസർ കൊല്ലംകാരനായ മലയാളിയായിരുന്നു. അന്ന് കേസൊതുക്കാൻ 25 ലക്ഷം വരെ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്തുവെങ്കിലും അത് നിരസിച്ച് സാക്ഷിമൊഴിയിൽ ഇദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ടാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. ഗൈസ്, കുരുതി എന്ന പ്രേതകഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് 1995 ഇന്ത്യയിൽ നടന്ന തന്തൂരി കൊലപാതക കേസ്. ഒരുപക്ഷെ ആരും അറിയാതെ പോകുമായിരുന്ന ഈ ഒരു കൊലപാതക കേസ് കൊല്ലംകാരനായ മലയാളി പോലീസായ അബ്ദുൾ നാസറാണ് തെളിയിച്ചത്. തൻ്റെ സാക്ഷ്യം പറച്ചിലിൽ ഉറച്ചു നിന്ന അദ്ദേഹം ഈ കൊലക്കേസിലെ കുറ്റവാളികൾക്ക് നല്ലൊരു ശിക്ഷ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വൺ ഷോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കേണ്ടതാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ 7 മണിക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.